ഒരു ശരാശരി കർഷകൻ പഴയ ശരാശരി പേടിത്തീനികളെക്കാളും കൂടുതൽ പണിയെടുത്തു, പക്ഷേ ആഹാരസമ്പുഷ്ടത ക്ഷയിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു കാർഷിക വിപ്ലവം. ആരായിരുന്നു അതിന് ഉത്തരവാദികൾ? രാജാക്കന്മാരോ പുരോഹിതന്മാരോ വ്യാപാരികളോ അതിന് ഉത്തരവാദികളായിരുന്നില്ല. ഗോതമ്പും അരിയും ഉരുളക്കിഴങ്ങും ഉൾപ്പെടെ ഒരു കൂട്ടം സസ്യങ്ങളാണ് ഇവിടെ കുറ്റവാളികൾ. ഈ സസ്യങ്ങളെ ഹോമോസാപ്പിയന്മാർ ഗാർഹികവത്കരിക്കുകയായിരുന്നില്ല, മറിച്ച് ഈ സസ്യങ്ങൾ മനുഷ്യരെ ഗാർഹികവത്കരിക്കുകയായിരുന്നു. ഗോതമ്പിൻ്റെ ഭാഗത്തു നിന്ന് കാർഷിക വിപ്ലവത്തെ കണ്ടു നോക്കുക. 10,000 വർഷങ്ങൾക്ക് മുൻപ് ഗോതമ്പ് ഒരു കാട്ടുസസ്യം മാത്രമായിരുന്നു, മധ്യപൗരസ്ത്യ നാടുകളിലെ ചിലയിടങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്നത്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ കാലത്തിനുള്ളത് ലോകമെമ്പാടും വളരാൻ തുടങ്ങി. അതിജീവനത്തെയും പ്രത്യുൽപാദനത്തെയും സംബന്ധിക്കുന്ന പരിണാമത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൗമഗ്രഹത്തിലെ സസ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വിജയഗാഥയാണിത്.